നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിൻ്റെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ലേബർ ആൻഡ് സ്കില്ലാണ് ലേബർ ആൻഡ് സ്കില്ലിൻ്റെ അണ്ടറിലാണ് ഈ ഒരു അക്കാദമി വരുന്നത്. കേസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടൊക്കെ ഉണ്ടാവും. സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആഗസ്റ്റ് 1 തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ PDF ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 15 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ലൈബ്രറിയൻ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ പോസ്റ്റ് ഉണ്ട്, മെയിൽ വാർഡൻ വിളിച്ചിട്ടുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻസ്ട്രക്ടർ മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് വർക്ക്ഷോപ്പിലേക്കും AV ലാബ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയിലേക്കും അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്കുമായിട്ട് വിളിച്ചിട്ടുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ലൈബ്രറിനൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട്. അസിസ്റ്റൻ്റ് ലൈബ്രറിനാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ PG ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 വർഷം മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. 40 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. ലൈബ്രറിനാണെങ്കിൽ 50 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറി നോക്കുന്ന സമയത്ത് ലൈബ്രറിനാണെങ്കിൽ 24,520 രൂപയും അസിസ്റ്റൻ്റ് ലൈബ്രറിനാണെങ്കിൽ 22,290 രൂപയാണ് സാലറി ആയിട്ട് വരിക. മെയിൽ വാർഡനാണ് എങ്കിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്, അതോടൊപ്പം 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 30,000 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻസ്ട്രക്ടർ AV ലാബ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പോസ്റ്റിലേക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഡിപ്ലോമ ഇൻ AV പ്രൊഡക്ഷൻ ഓർ വീഡിയോഗ്രാഫി ഓർ ഫോട്ടോഗ്രാഫി ഓർ എഡിറ്റിംഗ് ഓർ സൗണ്ട് ഓർ സിമിലർ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ITIയിലുള്ള AV പ്രൊഡക്ഷൻ, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് തുടങ്ങിയ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 3 വർഷത്തെ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 24,000 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക. മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് വർക്ക്ഷോപ്പ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കാണ് എങ്കിൽ ഡിപ്ലോമ ഇൻ മെറ്റൽ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോസസ്സിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ITIയിൽ വെൽഡർ, ഫിറ്റർ, ട്യൂണർ, മെക്കാനിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രോസസ്സിങ് ഇതിൽ ഏതെങ്കിലുമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 3 വർഷത്തെയാണ് ചോദിക്കുന്നത്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 24,000 തന്നെയാണ് സാലറി. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണ് എങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മിനിമം 4 വർഷത്തെ ഡിപ്ലോമ ഇൻ എനി വൺ ഓഫ് ദി സ്ട്രീം ഓഫ് ഡിസൈനിങ്, ഫൈൻ ആർട്സ്, അപ്ലൈഡ് ആർട്സ് ആൻഡ് ആർക്കിടെക്ചർ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 60,000 രൂപയാണ് മാസം ലഭിക്കുക. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിൽ ഓഫീസസ് റിട്ടയർഡ് ഫ്രം ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. 30,000 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക. 60 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോസ്റ്റിനകത്ത് വരുന്നത്. മെയിനായിട്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ കട്ട് ഓഫ് ഡേറ്റ്, അതായത് നിങ്ങളുടെ യോഗ്യതയുടെയൊക്കെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വരുന്നത് ജൂലൈ 31, 2024 ആണ്. എക്സ്പീരിയൻസിൻ്റെതും സെയിം തന്നെയാണ്. ജൂലൈ 31, 2024 എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗം. താല്പര്യമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.